ഏതായാലും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കാൽ വഴുതി തോട്ടിലേക്ക് പോയതല്ല എന്നതാണ് എന്റെ പക്ഷം. നിലവിൽ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ആ വാർത്തകൾ അപ്പടെ കണ്ണടച്ചു വിഴുങ്ങാൻ എനിക്ക് പ്രയാസമുണ്ട്. നമസ്കാരം. എറണാകുളം നെട്ടൂരിൽ ഒരു പെൺകുട്ടി രാവിലെ ഒഴുക്കിൽപ്പെട്ടതുമായിട്ടുള്ള ഒരു വാർത്തയാണ് ഞെട്ടലോടെ നമ്മൾ കേരളം കണ്ടത്. രാവിലെ വേസ്റ്റ് കളയാൻ വേണ്ടി തോട്ടിലേക്ക് പോയതാണത്രേ. തോട്ടിലേക്ക് പോയപ്പോൾ പാത്രം കഴുകാനോ എന്തിനോ അല്ലെങ്കിൽ കൈ കഴുകാനോ തോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. പനങ്ങാട് സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. സത്യത്തിൽ ഈ വിദ്യാർത്ഥിനി തോട്ടിലേക്ക് പോയ ഈ കഥ ഇതേപോലെ വിഴുങ്ങാൻ എനിക്ക് പ്രയാസമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ വിദ്യാർത്ഥിനി ആദ്യമായിട്ടല്ല ആ തോട്ടിൽ പോകുന്നത്, അവിടെ മാലിന്യം കളയാൻ പോകുന്നത്. അതിന് പരിചയമുള്ള സ്ഥലം തന്നെയാണത്. അതുകൊണ്ടാണ് അത് പുഴയിലേക്ക് ഇറങ്ങിയത്, അല്ലെങ്കിൽ ആ തോട്ടിലേക്ക് ഇറങ്ങിയത്. മാലിന്യം കൊണ്ട് കളയുന്നു, അത് കഴിഞ്ഞ് തോട്ടിലേക്ക് ഇറങ്ങുന്നു. അവിടെ വലിയ ചെളിയാണ് അളിഞ്ഞു കിടക്കുന്നത് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. അതറിയാത്ത ആളല്ല ആ പെൺകുട്ടി. അപ്പോൾ ആ ചളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ചളിയിൽ പൂണ്ടവിടെ നിൽക്കുകയാണ് ചെയ്യുക. ആ ചളിയും കഴിഞ്ഞ് മുന്നോട്ട് നടന്ന് ആ ഒഴുക്കിലേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് ഒന്ന് ചിന്തിക്കുക. നിലവിൽ സംസാരം എന്ന് പറയുന്നത് ആ പെൺകുട്ടി ഈ വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടി തോട്ടിലേക്ക് ചെന്നപ്പോൾ കാൽ വഴുതി തോട്ടിൽ വീണു എന്നതാണ് വസ്തുത. വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് അവിടെ വാർത്താ ലേഖകരടക്കം പലരുടെയും റിപ്പോർട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അതിൽ കാണിച്ചിട്ടുള്ള വീഡിയോ കാണുമ്പോൾ തീരത്തോട് ചേർന്നല്ല ഒഴുക്കുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. തീരത്തോട് ചേർന്നല്ല ഒഴുക്ക്. അവിടെ നേരത്തെ കുളിക്കടവോ മറ്റോ ആയിരുന്നു, പിന്നീട് ആരും ഉപയോഗിക്കാതിരുന്നപ്പോൾ ചളി വന്ന് നിറഞ്ഞതാണ് എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചളി ഒരല്പം നീളത്തിനുണ്ടാകും. ആ വേസ്റ്റ് അവിടെ കൊണ്ട് കളഞ്ഞിട്ട് ആ ചളിയുടെ മേൽ കളഞ്ഞിട്ട് ഈ പെൺകുട്ടിക്ക് നടന്നു പോന്നാൽ മതി. ആ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്ന ആ ഒഴുക്കുണ്ടാകുന്ന ഒരു സ്ഥലമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുക്കുണ്ടാകുന്ന സ്ഥലമാണ്, കടലിനോട് ചേർന്നുള്ള ഭാഗമായതുകൊണ്ട് തന്നെ. അപ്പോൾ സ്വാഭാവികമായും അവിടെ ആ ചെളിയുള്ള ഭാഗത്ത് ഈ വേസ്റ്റ് ഇട്ടാലും വെള്ളം കൂടുമ്പോൾ അത് കൊണ്ടുപോയിക്കോളും. അപ്പോൾ വേസ്റ്റ് കളയാനാണ് പോയതെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ആ ചെളിയിലൂടെ ഇറങ്ങി അങ്ങ് തോട്ടിലേക്ക് ഒഴുക്കിന്റെ ഭാഗത്തേക്ക് എത്തേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ ആ കുട്ടിയെ ആരോ അപായപ്പെടുത്തി, അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു. ഇത് രണ്ടിനുമാണ് ഞാൻ സാധ്യത കാണുന്നത്. അല്ലാതെ ഒരു അപകടത്തിൽപ്പെട്ടു, കാൽവഴുതി വീണു എന്ന് പ്രാഥമികമായി കാണുന്ന വാർത്തകളിൽ നിന്നും വിശ്വസിച്ചെടുക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. കാരണം ആ പ്രദേശത്തിന്റെ ഘടന അതാണ്. പിന്നെ അതിന്റെ മാതാവ് അവിടെ തെരച്ചിൽ നടത്തി, കുറച്ച് തെരച്ചിലൊക്കെ നടത്തി, എന്നിട്ട് കാണാതായതുകൊണ്ടാണ് മറ്റുള്ളവരെ വിളിച്ച് കൂട്ടി പറഞ്ഞത് എന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ അങ്ങനെ ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ അവിടെ അലറി വിളിച്ച് ആളെ കൂട്ടുകയാണ് ചെയ്യാറ്. ഇറങ്ങി തിരയലൊന്നും നടക്കില്ല. ഇനി അലറി വിളിച്ചുകൊണ്ടാണോ ചാടി തെരഞ്ഞത് അതും അറിയില്ല. ഏതായാലും രണ്ടുപേരും കൂടിയാണ് വേസ്റ്റ് കളയാൻ വന്നത്, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കൂടെ ആ മാതാവ് വന്നു, അതിന് വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ അതും അറിയില്ല. ഏതായാലും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കാൽ വഴുതി തോട്ടിലേക്ക് പോയതല്ല എന്നതാണ് എന്റെ പക്ഷം. നിലവിൽ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ആ വാർത്തകൾ അപ്പടെ കണ്ണടച്ചു വിഴുങ്ങാൻ എനിക്ക് പ്രയാസമുണ്ട്.